പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ 2024 ഏപ്രിൽ മാസത്തിൽ ധനസ്ഥിതി വർദ്ധിക്കുന്ന, നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന 6 നക്ഷത്രജാതകർ. ഈ 6 നക്ഷത്രജാതകർക്ക് കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്നു. ഇവർക്ക് പല വിധത്തിൽ ധനനേട്ടം സംഭവിക്കുന്നു. ഇവർ ചില വഴിപാടുകൾ നടത്തണം, ചില ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം, പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നിങ്ങളിൽ പലരും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ്, അറിയാം. ദുഃഖത്തിൻ്റെ കാഠിന്യമൊക്കെ കുറയും, സങ്കടങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസം നിങ്ങളെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്. ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കുന്ന കാര്യത്തെക്കുറിച്ചറിയാം, ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം, ഇവർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നടത്തേണ്ട വഴിപാടുകളെക്കുറിച്ചൊക്കെ നമുക്കിന്ന് വിശദമായിട്ട് അറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ മാല വഴിപാടായി ദേവിക്ക് സമർപ്പിക്കുക. അതുപോലെ തന്നെ അവിടെ ഗുരുതി പൂജയുണ്ടെങ്കിൽ ഒരു ഗുരുതി പൂജ കൂടി നടത്തുക. അതുപോലെ പുഷ്പാഞ്ജലിയും നടത്തുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മേടക്കൂറിലെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ മാസം ഇവർ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്, സങ്കടങ്ങൾ പേറിയാണ് ജീവിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാല സമയമാണ് എന്ന് ഇവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതൊക്കെ മാറും. ഇനി നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുവാൻ വക നൽകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. കാളഹസ്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നേറുക അശ്വതി നക്ഷത്ര ജാതകർ. തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. ഒരു വിളക്ക് ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ ദുഃഖം വരുമ്പോൾ നൽകി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക. പുഷ്പാഞ്ജലി നടത്തണം, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, മാല നൽകുക, അതുപോലെ ഗുരുതി പൂജയും നടത്തുക. അശ്വതി നക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും അശ്വതി നക്ഷത്രം എത്തും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖമായിരുന്നു, ദുരിതമായിരുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭരണി നക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കടും പായസം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളൊക്കെ ഒഴിയും. നാളെ ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തേണ്ട സമയമാണ്. അപ്പോൾ ഭരണി നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും അങ്ങനെയൊരു സൗഭാഗ്യമുണ്ട്, ഉയർച്ചയിലേക്ക് എത്തും. അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഭരണി നക്ഷത്ര ജാതകർ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും, സങ്കടങ്ങളൊക്കെ മാറും. അതുപോലെ ഒരു ചെത്തിമാല നിങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും ഒത്തിരി നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരും. ഗണപതി ഭഗവാന് കറുകമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭരണി നക്ഷത്ര ജാതകർ. അതൊക്കെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങൾക്ക് ഉയർച്ചയാണ്. നിങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ്, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. നിങ്ങൾക്കിനി എന്തെങ്കിലും അനുഭവിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അനുഭവിച്ചു, ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു, ഇതിലും വലുത് എന്തെങ്കിലും വരാനുണ്ടോ എന്നൊക്കെയായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറും. അടുത്തത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്ര ജാതകരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ പോവാൻ അവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ഒരു തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കും. ഈ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്.
അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും നല്ല സമയമാണ്. ഗണപതി ഹോമം, ഗണപതി ക്ഷേത്രത്തിൽ അർച്ചന, കറുകമാല, മോദകം, ഒറ്റയപ്പം വഴിപാട് ഇതൊക്കെ നടത്തണേ. ഇതൊക്കെ നടത്തി നിങ്ങൾ മുന്നേറണേ. നിങ്ങളുടെ ജീവിതം മാറുവേ. എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും, ഉറപ്പാണ്. അടുത്ത ഭാഗ്യമുള്ള ഏപ്രിൽ മാസത്തിൽ രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇന്നലെയും നിങ്ങളുടെ ലൈക്ക് കണ്ടു, വളരെയേറെ സന്തോഷമുണ്ട്. ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എഴുതുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. പുണർതം, പൂയം, ആയില്യം ഇവർ കാശുണ്ടാക്കുന്നവരാണ്. ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥന നടത്തണം. സകല ദുഃഖങ്ങളും മാറും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥന നടത്തുക, അർച്ചന നടത്തുക. മാല, അടനിവേദ്യം, കരിക്കഭിഷേകം ഇതൊക്കെ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകാൻ കാരണമാകുന്ന വഴിപാടുകൾ തന്നെയാണ്. ദുഃഖങ്ങളൊക്കെ അകലും. സർപ്പക്ഷേത്രത്തിൽ 100 പാലും അർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകന്ന് നമുക്ക് ചില ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ പല വഴിയിലൂടെയാണ് വരുന്നത്. നമ്മൾ കരുതും വളരെ നിസ്സാരമാണ്, ഇതൊക്കെ തള്ളി നീങ്ങും എന്നൊക്കെ. പക്ഷെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ദുഃഖവും വരില്ല, ഒരു തടസ്സവും വരില്ല, ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ, നിങ്ങളുടെ ജീവിതം മാറും. അതുപോലെ തന്നെ ദേവിക്ക് ചുവന്ന പട്ട് അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജിന്നൊക്കെയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ പച്ച പട്ട് അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെ നമുക്ക് ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണമാകും. നമ്മുടെ ജീവിതം രക്ഷപ്പെടും. എണ്ണയൊക്കെ വാങ്ങിക്കൊടുക്കുക ദേവീക്ഷേത്രത്തിൽ കത്തിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും. പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി ഉയർച്ചയാണ്. സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതം ഏപ്രിൽ മാസം 1 ശേഷം ഉയർച്ചയിലെത്തും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ 6 നക്ഷത്ര ജാതകരും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുലദൈവത്തെ പ്രീതിപ്പെടുത്തുക, കുടുംബക്ഷേത്രത്തിൽ പോവുക. അങ്ങനെ പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ശിവ വഴിപാട് നടത്തുക, ബില്ലു അർച്ചന നടത്തുക. വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ട വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് നടത്താം, പൂജ ചെയ്യാം. പല രീതിയിലുള്ള ദോഷങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ കന്നിമൂലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആപത്തുകൾ വരുത്തും. വാസ്തുദോഷം അതൊക്കെ നമുക്ക് ഒരുപാട് ആപത്ത് വരുത്തും. ഇടിവീണ മരങ്ങൾ ഉപയോഗിച്ച് ഒന്നും ചെയ്യരുത്. വീട്ടിലെപ്പോഴും ശുദ്ധി വേണം. കുലദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ദീപം കത്തിക്കുക. 3 കുത്തുവിളക്ക് വാങ്ങി ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിൽ ഇളനീര് വാങ്ങി അഭിഷേകം ചെയ്യുക. ഇതൊക്കെ ധനസ്ഥിതി വർദ്ധിക്കാനും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാനും ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിൽ പോകുവാനും ഒക്കെ കാരണമാകും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയാണ്, ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം, വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നടക്കും, ഉറപ്പാണ്. ധൈര്യമായി മുന്നോട്ട് പോവുക. ഏപ്രിൽ മാസം കുതിച്ചുയരുന്ന നക്ഷത്ര ജാതകരിൽ ഈ 6 നക്ഷത്ര ജാതകരും മുന്നിലുണ്ടാകും, ഉറപ്പാണ്.